ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാട് വിദഗ്ധ സംഘം ഇന്ന് സന്ദർശിക്കും. ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോയിൽ കൺസർവേഷനിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ് എന്നിവരടങ്ങുന്ന 4-അംഗ സംഘമാണ് സന്ദർശിക്കുക. മേഖലയിലെ ഉരുൾപൊട്ടൽ സാധ്യതാ കേന്ദ്രങ്ങൾ പരിശോധിച്ച ശേഷം പുനരധിവാസം സംബന്ധിച്ച റിപ്പോർട്ട് നൽകും. വിവരങ്ങളുമായി ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, ഈ പഠന റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലേ ഇനി കൂടുതൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് നീക്കുക? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിലെ ഉരുൾപൊട്ടൽ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ പ്രാഥമിക പഠനങ്ങളും വിലയിരുത്തലുകളൊക്കെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ യോഗം കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറേറ്റിൽ നടക്കുകയുണ്ടായി. മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ചില പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ 112ഓളം വീടുകൾ അവിടെ വാസയോഗ്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ പ്രദേശ ഉരുൾപൊട്ടൽ സാധ്യതകളെയൊക്കെ വിലയിരുത്താനും അതിന്റെ പഠനങ്ങൾക്കുമായി ബന്ധപ്പെട്ട് 4 വകുപ്പുകളിൽപ്പെട്ട ഉദ്യോഗസ്ഥർ, ജില്ലയിൽ നിന്നുള്ള 4 വകുപ്പുകളിൽപ്പെട്ട ഉദ്യോഗസ്ഥരായിരിക്കും അവിടെ സന്ദർശനം നടത്തുക. സ്വാഭാവികമായിട്ടും ആ സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പഠന റിപ്പോർട്ടുകൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടുത്തെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കുക. കാരണം കഴിഞ്ഞ ദിവസം നടത്തിയ ചില പ്രാഥമിക വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ റിപ്പോർട്ടുകളുടെ വിവരങ്ങൾ പറയുകയാണെങ്കിൽ ആ പ്രദേശത്ത് 100ഓളം ഉരുൾപൊട്ടൽ കേന്ദ്രങ്ങൾ, പ്രഭവ കേന്ദ്രങ്ങൾ 100-ലധികം ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരിശോധനകളുടെ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ചില പരിശോധനകളൊക്കെ ആ പ്രദേശങ്ങളിൽ നിന്ന് നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് 100 പ്രഭവ കേന്ദ്രങ്ങൾ, ഉരുൾപൊട്ടലിന്റെ 100 പ്രഭവ കേന്ദ്രങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അവിടെ തന്നെ ആ പ്രദേശത്ത് തന്നെ ആളുകളെ മാറ്റി താമസിപ്പിക്കുകയാണെങ്കിൽ വരുംകാല ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച വിലയിരുത്തലുകളൊക്കെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ജില്ലയിൽ നിന്നുള്ള ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോയിൽ കൺസർവേഷനിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ് തുടങ്ങിയ ആളുകളുടെ സംഘാംഗങ്ങൾ പ്രദേശത്ത് പഠനം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് ഓഗസ്റ്റ് 17-ന് മുമ്പ് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കണമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം നടത്തിയ ഓൺലൈൻ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടക്കുന്നുണ്ടാവും. പ്രദേശത്തെ മണ്ണ്, ജലം, അതിന്റെ നീരുറവകൾ, മണ്ണൊലിപ്പ് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തും. ഈ 100-ലധികം പ്രഭവ കേന്ദ്രങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്, അല്ലെങ്കിൽ വിലയിരുത്തലാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രദേശത്ത് വീണ്ടും പുനരധിവസിപ്പിക്കുകയാണെങ്കിൽ വരുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ഈ മഴയൊക്കെ ശക്തമാകുന്ന വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെ സംഭവിക്കാം എന്നതിനെ സംബന്ധിച്ച പഠനങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വരും. അതിന്റെ വിലയിരുത്തലുകളൊക്കെ നടത്തേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള പ്രദേശം വാസയോഗ്യമാണോ എന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തേണ്ടതായിട്ട് വരും. 112ഓളം വീടുകൾ ഭാഗികമായി നശിച്ചു. 14ഓളം വീടുകൾ ഒഴുകിപ്പോയിട്ടുണ്ട്. 4 കിലോമീറ്ററിലധികം നീളത്തിൽ PWD റോഡ് ഉൾപ്പെടെയുള്ളവ തടഞ്ഞിട്ടുണ്ട്. 4 പഞ്ചായത്തുകളിലെ പുഴകളിൽ ടൺ കണക്കിന് മരങ്ങളും കല്ലുകളും ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള, വലിയ വ്യാപ്തിയിലുള്ള ഉരുൾപൊട്ടലാണ് അവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മാസം 30-ാം തീയതി പുലർച്ചെ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ അതേ ദിവസം തന്നെയായിരുന്നു വിലങ്ങാടും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളും അല്ലെങ്കിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനവും യോഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു 4-അംഗ വിദഗ്ധ സമിതിയാണ് ഇന്ന് പ്രദേശത്ത് പഠനം നടത്തുന്നത്. ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ, റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 17-നായിരിക്കും ജില്ലാ കളക്ടർ അന്തിമമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ആ പ്രദേശത്ത് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുനരധിവാസവും പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക.